കൂമൻകാവിൽ ബസ്സിറങ്ങിയ രവിയെയും ഓത്തുപള്ളിയിലിരുന്ന് കഥ പറയുന്ന അള്ളാപിച്ച മൊല്ലാക്കയെയും അപ്പുക്കിളിയെയും മൈമുനെയുമെല്ലാം ഇതിഹാസങ്ങളായി ഇന്നും മലയാളി മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. പാതിയിൽ നിർമ്മാണം നിലച്ച OV വിജയന്റെ സ്മാരക സമുച്ചയത്തിന് പുതുജീവൻ പകർന്ന് നാടിന് സമർപ്പിക്കാനാണ് സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതി. അന്താരാഷ്ട്ര നിലവാരത്തിൽ സാഹിത്യ പഠന കേന്ദ്രമായി ഇനി തസ്രാക്ക് മാറും. ഒരു സ്മാരകത്തിൽ വേണ്ടത് ആരുടെ സ്മാരകമാണോ അയാളുടെ ആത്മാവാണ് വേണ്ടത്. ആ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. കെട്ടിടങ്ങളുടെ പണിയെല്ലാം 25-ാം തീയതി കൂടെ തീരും. പക്ഷേ അതിന് മുമ്പ് തന്നെ അതോടൊപ്പം തന്നെ വിജയൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഇളകിയാടുന്ന കരിമ്പനക്കൂട്ടത്തെ വീണ്ടെടുത്ത സ്മാരകത്തിന്റെ അവശേഷിപ്പുകൾ സൗന്ദര്യാത്മകമായി വിന്യസിക്കും. ഖസാക്കിലെ മൈമൂന നീന്തി തുടിച്ച അറബിക്കുളവും നവീകരിക്കും. 108 ശില്പങ്ങളിൽ ഖസാക്കിലെ കഥാപാത്രങ്ങൾ തസ്രാക്കിൽ പുനർജനിക്കും. ഖസാക്കിന്റെ ജീവപ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടാണ് ശില്പനിർമ്മാണം പുരോഗമിക്കുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളി തന്നെയാണത്. അപ്പോൾ അത് നമ്മളിവിടെ തസ്രാക്കിൽ വരികയും പല ദിവസങ്ങളിലൂടെ വന്ന് സഞ്ചരിക്കുകയും പല ആളുകളെ കാണുകയൊക്കെ ചെയ്തിട്ടാണ് കഥാപാത്രങ്ങളുടെ ഒരു രൂപ സവിശേഷത എന്തായിരിക്കണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചത് അതിനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സവിശേഷത ഉണ്ട്. ആളുകളെ സംബന്ധിച്ച് അവരുടെ ഭാഷ, പിന്നെ അത്തരത്തിൽ സാംസ്കാരികപരമായിട്ട് എല്ലാ മേഖലയിലും ചില വൈവിധ്യങ്ങളുണ്ട്. മലയാളി മനസ്സുകളിൽ ഇഴുകിച്ചേർന്ന ഇതിഹാസ കഥാപാത്രങ്ങൾ കരിങ്കൽ ശില്പങ്ങളിലേക്ക് കൂടുമാറി വരും തലമുറയ്ക്ക് തസ്രാക്കിലേക്ക് സ്വാഗതമരുളും. റിപ്പോർട്ടർ, പാലക്കാട്.